എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഗിപ്പൊടി വെച്ച് അടിപൊളി ടേസ്റ്റിൽ ഒരു കുഴക്കട്ടയാണ്. ഹെൽത്ത് നോക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ധൈര്യത്തോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയൊരു കുഴക്കട്ടയാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെ ഈ കുഴക്കട്ട ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഒരു പാത്രത്തിലോട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ വറുത്തതോ വറുക്കാത്ത റാഗിപ്പൊടി എടുക്കാവുന്നതാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇടിയപ്പമൊക്കെ നമ്മൾ കുഴച്ചെടുക്കത്തില്ല നല്ല തിളച്ച വെള്ളത്തിൽ, അതുപോലെ തന്നെയാണ് നമ്മൾ റാഗിപ്പൊടി വെച്ച് മാവ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മാവ് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവമല്ല, അതിനേക്കാൾ ശകലം കൂടെ ലൂസായിട്ട്. ഇടിയപ്പമൊക്കെ നമ്മൾ എങ്ങനെ കുഴച്ചെടുക്കണേ ആ ഒരു പരുവത്തിൽ വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. മാവെല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെയ്യും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. ഇപ്പം നല്ല ചൂടാണല്ലോ മാവ്, നമുക്കിപ്പം കുഴക്കട്ടയുടെ പരുവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ അടച്ച് മാറ്റി വെക്കാം. മാവ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഞാനൊരു പാനിലോട്ട് 250 ml കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പൊടി ഇല്ലാതുണ്ടെങ്കിൽ ശർക്കര പൊടിച്ചിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പ് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനെ ഉരുക്കിയെടുക്കാം. ശർക്കരപ്പൊടി എടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കല്ലുകളോ അഴുക്കോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ശർക്കര എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ച് എടുക്കണേ. തിളച്ച് വരുന്നതിലോട്ട് 1 കപ്പ് തന്നെ ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. തേങ്ങയിലെ വെള്ളവും നല്ലതായിട്ട് അതൊന്ന് വറ്റി വരണം. ശർക്കരയിൽ കിടന്ന് തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കുക. ആ രീതിയിൽ നമുക്കിതിനെ ഒന്ന് വിളയിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഏത്തപ്പഴം അരിഞ്ഞെടുത്തതാണ്. ചെറിയ ഏത്തപ്പഴമായിരുന്നേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വലിയ ഏത്തപ്പഴം ആണെങ്കിൽ 1 ഏത്തപ്പഴം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് പഴുത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏത്തപ്പഴം ചേർത്ത് നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് കപ്പലണ്ടി, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്. റോസ്റ്റ് ചെയ്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കപ്പലണ്ടിയാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പില്ലാത്ത കപ്പലണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ട് പൊടിച്ച ഏലക്കപ്പൊടിയാണ്. അതോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഇതിൻ്റെ അകത്തോട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് കൂട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. റാഗി കൊണ്ട് കുഴച്ചെടുത്ത മാവ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിലാണ് മാവ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഇനി നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കയ്യിലോട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ബോൾ പോലെ എടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഉരുട്ടിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നത് അതേ രീതിയിൽ കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കാം. 2 രീതിയിലാണ് കുഴക്കട്ട ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഏത് രീതിയാണോ അതേ രീതിയിൽ തന്നെയാണ് കുഴക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെ അതിൻ്റെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിതിന് ഉരുട്ടിയെടുക്കാം. കുഴക്കട്ടെ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെള്ളം തൊട്ടിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കുഴക്കട്ട. അപ്പോൾ അടുത്ത രീതിയിൽ എങ്ങനെ കുഴക്കട്ട ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലെ നമ്മൾ കുറച്ച് മാവ് എടുക്കുക. മാവ് എടുത്തിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഇതിനെ നല്ലതായിട്ട് അങ്ങ് പരത്തിയെടുക്കുക. പൊരിക്കൊക്കെ ഇങ്ങനെ നമ്മൾ പരത്തുന്നത് പോലെ കൈ വെച്ച് തന്നെ ഇതിനെ അങ്ങ് നല്ലതായിട്ട് അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫില്ലിങ് ഒരറ്റം തൊട്ടറ്റം വരെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ രീതിയിലാണ് 2 സൈഡും കൂടെ ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഈ കുഴക്കട്ടയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷേപ്പിലുണ്ടാക്കുന്ന കുഴക്കട്ടയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരറ്റം തൊട്ടൊരറ്റം വരെ എൻ്റെ ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന ടൈമിൽ ഈ ഫില്ലിങ് ചേർത്ത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അധികം മാവില്ല, പക്ഷേ നമ്മൾ ഉരുട്ടിയെടുത്ത കുഴക്കട്ട ഉണ്ടല്ലോ അതിൽ അധികം മാവാണ്. അപ്പോൾ നമ്മൾ ഈ മാവ് കഴിക്കുമ്പം റാഗിയുടെ മാവ്, എനിക്ക് അത്രയും റാഗിയുടെ മാവ് അത്രയും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സാധാരണ കുഴക്കട്ടയുടെ വരുന്നത്, പക്ഷേ ഇതാണ് ഫില്ലിങ് മാവ് കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതി ചെയ്യുന്നതാണ് ഈ റാഗി വെച്ച് ചെയ്യുമ്പം ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധാരണ കുഴക്കട്ട വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒരു 10 മിനിറ്റ് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുഴക്കട്ടയെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടിലിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുഴക്കട്ട എടുക്കില്ല, എടുത്തു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് പൊട്ടിപ്പോവും, എല്ലാം അങ്ങനെ ഒട്ടിയിരിക്കുകയല്ലേ. തണുത്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ കുഴക്കട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ രീതിയിലാണ് റൗണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കുഴക്കട്ട കിട്ടുന്നത്.
അടുത്ത ഷേപ്പുള്ള കൊഴുക്കട്ട ഞാൻ കാണിച്ചു തരാം. അത് കണ്ടില്ലയോ, ഈ രീതിയിലാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത്. കൊഴുക്കട്ട കാണാൻ വലിയ ഷേപ്പോ നല്ല ഭംഗിയോ ഒന്നുമില്ല കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിനെ നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ അകഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. കണ്ടില്ലേ, ഇത് നിറച്ചും ഫില്ലിംഗ് ആണ്, മാവ് കുറവാണ്. അപ്പോൾ ഇത് ചേർത്ത് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ പീനട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിൽ മാവ് അധികമുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ മാവിൻ്റെ ടേസ്റ്റ് അധികമായിട്ട് തോന്നിക്കും. എനിക്ക് റാഗിയോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും അങ്ങ് റാഗിയുടെ മാവ് താല്പര്യമില്ലാത്ത. അപ്പോൾ ഇതിഷ്ടമുള്ളവർ ഇത് തയ്യാറാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കൊഴുക്കട്ടയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.